വെൽക്കം ടു ഹോളി സ്പിരിറ്റ്. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ ഇന്ന് പ്രഭാതത്തിൽ അറിയിക്കട്ടെ. ഇന്നത്തെ ചിന്തക്കായിട്ട് 1 കൊരിന്ത്യർ 9 അധ്യായം അതിൻ്റെ 16 വാക്യം. ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. വളരെ അനുഗ്രഹിക്കപ്പെട്ട കൊരിന്ത്യ സഭയോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന അധ്യായങ്ങളാണ് ഈ 9 അധ്യായം. അവിടെ സുവിശേഷം അറിയിക്കണം. സുവിശേഷം അറിയിച്ചില്ല എങ്കിൽ അയ്യോ കഷ്ടം. ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ട നാം ഓരോരുത്തരും നമ്മുടെ മേൽ ദൈവ വിളിക്കകത്ത്, അല്ലെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിക്കകത്ത്, ആ ദൈവിക നിയോഗത്തിനകത്ത് വളരെ വ്യക്തമായി അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറയുന്നു, നിങ്ങളറിഞ്ഞ ഈ സത്യദൈവത്തെ അറിയിച്ചില്ല എങ്കിൽ അയ്യോ കഷ്ടം. ഒരു ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, നിങ്ങൾ ജനിക്കാതിരുന്നുവെങ്കിൽ നന്നായിരുന്നു. യേശുവിനെ അറിഞ്ഞിട്ട് അല്ലെങ്കിൽ സുവിശേഷം അറിഞ്ഞിട്ട് നിങ്ങൾ അത് അറിയിക്കാതെ ഇരുന്നാൽ ഒരുപക്ഷെ നിങ്ങൾ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. ഇവിടെ ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ 9 അധ്യായം വായിക്കുമ്പോൾ സുവിശേഷത്തിന് വേണ്ടി വേർതിരിച്ച അഭിഷിക്തന്മാർ, അഭിഷിക്തകൾ, അവർ എങ്ങനെയെല്ലാം ദൈവവചനത്തെ ജനത്തിലോട്ട് എത്തിക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക, ജഡത്തിൽ പ്രശംസിക്കാതെ വചനത്തിൽ പ്രശംസിക്കുക. കാരണം നമുക്കറിയാം, കൊരിന്ത്യർക്ക് ലേഖനം 4 അധ്യായത്തിൽ 20 വാക്യത്തിൽ പറഞ്ഞു, ദൈവരാജ്യം വചനത്തിൽ അല്ല ശക്തിയാൽ എത്രേ ആകുന്നു. അപ്പോൾ ഈ സുവിശേഷം അല്ലെങ്കിൽ ഈ മർമ്മം അല്ലെങ്കിൽ ഈ വചനം ദൈവശക്തിയാണ്. അപ്പോൾ അത് ആ ഒരധികാരത്തിലാണ് ദൈവം നമ്മളെ വചനവുമായി കണക്ട് ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണെന്ന് വേറൊരു ഭാഗത്ത് എഴുതി വച്ചിരിക്കുന്നു. എന്നാൽ നാം രക്ഷിക്കപ്പെട്ട നാം നമുക്കോ ദൈവശക്തിയും ആകുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങളെ വിളിച്ച വിളിക്കകത്തോട്ട് ദൈവം എന്തിനു വേണ്ടി വിളിച്ചോ ഈ ഗുഡ് ന്യൂസ് അല്ലെങ്കിൽ ഈ സത്യസുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം എത്തിക്കുവാൻ തക്കവണ്ണം എല്ലാവരെയും കർത്താവ് വിളിച്ചില്ല. എന്നാൽ ദൈവം ചിലതിനെ വിളിച്ചു വേർതിരിച്ചു. ചിലതിനെ അപ്പോസ്തലന്മാരായിട്ട് ദൈവം വിളിച്ചു വേർതിരിച്ചു, ചിലരെ പ്രവാചകന്മാരായിട്ട് വിളിച്ചു വേർതിരിച്ചു, ചിലരെ ഇവാഞ്ചലിസ്റ്റായിട്ട് ദൈവം വിളിച്ചു വേർതിരിച്ചു, ചിലരെ പാസ്റ്റേഴ്സായിട്ട് കർത്താവ് വേർതിരിച്ചു, ചിലരെ ടീച്ചേഴ്സായിട്ടും വേർതിരിച്ചു. നമ്മുടെ വിളിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ വചനത്തിൻ്റെ ശക്തിയിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ വചനം വേഗത്തിൽ ഈ കാലഘട്ടത്തിൻ്റെ ഉണർവിനകത്ത് ദൈവം കണ്ടിരിക്കുന്ന ഈ തലമുറയെ ദൈവരാജ്യത്തിൻ്റെ ശക്തിയോടെ ഉപയോഗിക്കേണ്ടതിന് ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്കെല്ലാവർക്കും വളരെ ആത്മാർത്ഥതയോടെ, ഐക്യതയോടെ, ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാം. അങ്ങനത്തെ ഒരു വലിയ ഗണം, അഭിഷിക്തന്മാരുടെ ഗണം, അഭിഷിക്തരുടെ ഗണം എഴുന്നേറ്റ് വരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം ഇന്ന് ഈ പ്രഭാതത്തിൽ ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും വചന വെളിപ്പാടിൻ്റെ അകത്തോട്ട് കൊണ്ടുപോകട്ടെ. വളരെ ആത്മാർത്ഥതയോടെ ദൈവകർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരെയും ദൈവരാജ്യത്തിൻ്റെ ശക്തിയായി മാറട്ടെ. God bless you. Amen.